പ്രസിഡന്റ് പുടിൻ പറഞ്ഞ വലിയൊരു വാക്കുണ്ട്. കോവിഡിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ടീച്ചേഴ്സിനെയും ഡോക്ടേഴ്സിനെയും ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയാണ്. ഒരു ഹോസ്പിറ്റലിന്റെ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ മോഡലാണ് അവരുടെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കിക്ക് സ്റ്റാർട്ട് ചെയ്യാറ്. ഇപ്പൊ നമ്മുടെ സൗത്തിലെ ഏറ്റവും ബെസ്റ്റ് ഒരു ഹോസ്പിറ്റലായിട്ട് പറഞ്ഞത് വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജാണ്, അല്ലെങ്കിൽ എയിംസിലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊക്കെ ബേസിക്കലി നാഷണൽ പോലത്തെ ഒരു ചെറുപ്പക്കാരന് ഇത്തരത്തിലൊരു കോഴ്സിലൂടെങ്കിലും എന്താവണം, പതുക്കെ ഒരു സ്നോബോൾ എഫക്റ്റിലൂടെ ബാക്കിയുള്ള കോഴ്സുകളിലേക്കും ഹോസ്പിറ്റൽ പ്ലസ് ഒരു ഹോസ്പിറ്റൽ ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞാൽ കുട്ടികൾക്ക് അപ്ലൈഡ് ലേണിംഗിൽ വലിയൊരു മോഡലാണ് കിട്ടുക. ഇത് നമ്മുടെ നാട്ടില് എഞ്ചിനീയറിംഗ് ആണോ മെഡിസിൻ ആണോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ ഇന്നും മെഡിസിൻ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് കിട്ടുന്ന ഹൗസ് സർജൻസിയും ആ അപ്ലൈഡ് ലേണിംഗുമാണ്. ബാക്കി ഒരൊറ്റ കോഴ്സിന് അത് കിട്ടാത്തതാണ്. അപ്പൊ അത്തരത്തിലൊരു അപ്ലൈഡ് ലേണിംഗും കോഴ്സസും ബേസിക്കലി എനിക്ക് തോന്നുന്നിടത്തോളം നാഷണൽ പോലെ അതേപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികൾക്ക് കൊടുക്കാൻ പറ്റട്ടെ. പ്രസിഡന്റ് പുടിൻ പറഞ്ഞ വലിയൊരു വാക്കുണ്ട്. കോവിഡിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം ടീച്ചേഴ്സിനെയും ഡോക്ടേഴ്സിനെയും ആണ്, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ, എത്തിക്സ് ഇല്ല, വാല്യൂസ് ഇല്ല, കുറെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനെ ഈ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ കഴിയട്ടെ.